34 ദിവസം പിന്നിട്ട CJP സമരവേദിയിലേക്ക് രാവും പകലുമില്ലാതെ യുവതി യുവാക്കൾ ഒഴുകിയെത്തുകയാണ്. ഇത് തന്നെ അവസരം. ആട്ടുംകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായുടെ കഥ നീ കേട്ടിട്ടില്ലേ? ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് കേട്ടങ്ങള് പോലീസുകാരെ അടിച്ചിട്ട് കുത്തി ഇതാക്കണങ്ങള് ഭയങ്കര ഹരാടാ. കയ്യിലോല് പോയി പങ്കെടുക്കേ. പുറകെ ഞങ്ങളുണ്ട്. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറില് നേപ്പാളിൽ നിന്ന് എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത്. ഇതൊക്കെ ചിലപ്പല്ലേ ഹിസ്റ്റോറിക്കൽ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞല്ല നേപ്പാൾ, അതിന്റെ മുമ്പത്തല്ല ശ്രീലങ്ക, അതിന്റെ മുമ്പത്തല്ല ബംഗ്ലാദേശ്, ഈ കൊല്ലം എന്തുകൊണ്ട് ഇന്ത്യ ആയിക്കൂടാ? ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതെ ഇന്നലെ ഞാൻ എന്തൊക്കെയോ ഉറക്കത്ത് കാണണേ. ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങള് മൂന്നാളും ഒരു പീരങ്കി ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. വെടിവെച്ച് കൊല്ലണപ്പാന്തിനെ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പാട്ടി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി നമ്മുടെ അതിലേക്ക് വരികയാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും പരാതികൾ നൽകപ്പെട്ട് കഴിഞ്ഞു. നിയമാനുസൃതമായിട്ടുള്ള പരാതികൾ നൽകപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഇത് കേസാവോ? ഞാൻ ഇതിന് കൂട്ടിവെക്കോ? ഇനി ഒറ്റ വഴിയുള്ളൂ, സ്നേഹത്തിന്റെ വഴി. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പറയാണ്, ആ വീഡിയോ ഞാൻ ഇട്ടത് ഇന്ത്യയിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ത്യ തെറ്റാണ്, എന്റെ തെറ്റാണ്. ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. ഞാൻ തിരുത്തി ഡിലീറ്റ് ചെയ്തതിന് 5 മിനിറ്റിന്റെ ഉള്ളിൽ അത് ആക്കണമില്ല, നിർത്തി. ഇല്ല, ഇനി ആ ഏരിയയിലേക്കില്ല. കോംപ്ലിമെന്റ്സ് നമുക്ക് പോകാം. 14 ജില്ലകളിൽ കയറി കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഈ പോരാട്ടി നമുക്ക് ഡൽഹിയിൽ നോക്കുന്നുണ്ട് കേസ്. അത് പോരാട്ടി ഞാൻ കുറച്ച് വീഡിയോ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നേപ്പാളിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതും പോരാട്ട് നമ്മ എന്നേക്ക് ഒരു കേസ് വെച്ചിട്ടുണ്ട്. കലാപഹാനത്തിന് വേണ്ടി നിൽക്കുള്ള റിക്രൂട്ട് ചെയ്തും പറഞ്ഞിട്ട്. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ദി.